ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മേക്കപ്പ് റുട്ടീനാണ്. എന്തെങ്കിലും ഒക്കേഷണലി ചെയ്യുന്ന റുട്ടീൻ. നോർമലി ഞാൻ ആകെ സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, കാജൽ അല്ലെങ്കിൽ ഐലൈനറൊക്കെയാണ് ഇടുള്ളൂ. മിക്കവാറും ലിപ്സ്റ്റിക്കാണ് കൂടുതലിടുന്നത്. ലിപ്സ്റ്റിക്കും ബ്ലഷുമാണ് മിക്കവാറും ഇടാറ്. ഇന്ന് എനിക്ക് കുറച്ച് ടൈമുണ്ട്, ഒരു ഫിലിമിന് പോകണം. അതുകൊണ്ട് ഞാൻ ഫുൾ മേക്കപ്പ് ചെയ്യാമെന്നൊക്കെ ഓർത്ത് ടൈമുള്ളത് കൊണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി കാണിക്കാം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ മേക്കപ്പ് പൗച്ച് കാണിക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ മേക്കപ്പ് പൗച്ച്. ഇത് ജെയ്ഡ് ബൈ ജിൽസയുടെയാണ്. അതായത് എൻ്റെ സ്വന്തം ജെയ്ഡ് ബൈ ജിൽസയുടെ മേക്കപ്പ് പൗച്ചാണ്. ഞാൻ ആദ്യം ഇനീഷ്യൽ ടൈമിൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ജെയ്ഡിൻ്റെ തന്നെ അടുത്ത എൻ്റെ ബ്രഷും കാര്യങ്ങളും ചെറിയൊരു ഐറ്റംസൊക്കെ ഇടാൻ വേണ്ടിയുള്ള സംഭവമാണിത്. ഇത് രണ്ടും ആണ് ഞാൻ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടി യൂസ് ചെയ്യണത്. ഒരു നല്ലൊരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ സിറം പോലത്തെ ഒരു കാര്യം. ഞാനിപ്പോൾ യൂസ് ചെയ്യണത് വാസ്ലിൻ്റെ ഇതാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതാണ്. ഇതാണ് ഇപ്പോൾ യൂസ് ചെയ്യാറ്. നെക്സ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്നത് ഇത് മാസിൻ്റെ പ്രൈമറാണ് കേട്ടോ. ഇത് അത്യാവശ്യം കുഴപ്പമില്ല, ഒരു നല്ലൊരു ഇതാണ്. കൺസിസ്റ്റൻസി കുറച്ച് വേറെ സാധാരണ പ്രൈമർ പോലത്തെ ഒരു പ്രൈമറല്ല ഈ പ്രൈമർ. ഇങ്ങനെ ചെൽ കൈൻഡ് ഓഫ് തിങ്ങിൽ ഉള്ളത്. കുറേ ആൾക്കാർ യൂസ് ചെയ്യാനുള്ള ഒരു പ്രൈമറാണ്. അപ്പോൾ ഇതാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ യൂസ് ചെയ്യണത് ഒരു ഡോട്ട് ആൻഡ് കീയുടെ എന്താണ് ടിൻറ്റഡ് സൺസ്ക്രീനാണ്. പക്ഷെ ഇത് മാത്രമല്ല കേട്ടോ, ഞാനിത് കഴിഞ്ഞിട്ട് ഇത് യൂസ് ചെയ്യും. ഞാൻ ഇവിടെയൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ട് ചെയ്യണം. എനിക്ക് 3 ഫിംഗർ റൂളൊന്നും അത്ര അറിയാൻ പാടില്ല. ഇപ്പോഴേ ചെയ്യാറില്ല. പറ്റണ പോലെയൊക്കെ തേക്കും. ഇനിയാണ് എൻ്റെ കലാവിരുതുകൾ ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇനി കളർ കറക്റ്റ് സംഭവങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ യൂസ് ചെയ്യണത് എൻ്റെ സ്വന്തം എവിടെ എന്നോട് പ്രിയനെവിടെ ഇതാണ് എൻ്റെ കളർ കറക്റ്റ്. ഫോർ അവർ 52യുടെ കളർ കറക്റ്റ് നല്ലതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഫേസിൽ അത്യാവശ്യം എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ ഞാൻ ഇത് എല്ലായിടത്തും പരട്ടും. എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ള ഫേസാണ് ഉണ്ടോ. ഇതിങ്ങനെ കളർ കറക്റ്റ് ചെയ്യുക. പിന്നെ എൻ്റെ കൺസീലർ ബ്രഷ് എടുക്കുന്നുണ്ട്. ഇത് വരുന്നില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങോട്ട് ചെയ്യുക. ഒരു ഓറഞ്ച് മനുഷ്യത്തെയാകും. ഇവിടെ ഉണ്ടായിരുന്നു മിസ്റ്റ് ഇറ്റ്. ഇവിടെ ഉണ്ട് ഒരു ഇത്. എൻ്റെ മറുകല്ല, എൻ്റെ മറുകാകത്ത് ഇത് മാത്രമാണ് എൻ്റെ മറുക്. ഇതൊക്കെ മറുക് പോലെ ഇരിക്കുമെങ്കിലും അതെൻ്റെ മറുകല്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു പുതിയതായിട്ടൊരു മറുക് വന്നു തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് പറ്റണ എല്ലായിടത്തും അങ്ങോട്ട് വാരിക്കോരി പൊട്ടുക. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാനൊരു ചുമന്ന മനുഷ്യത്തിയായിരുന്നു. ഈ സൈഡിൽ അത്രയും കുഴപ്പമില്ല, ഈ സൈഡിൽ കുറച്ചും കൂടി കൂടുതൽ. ഓക്കെ, ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു നല്ലൊരു ഫൗണ്ടേഷൻ എടുക്കാം. എൻ്റെ ഫൗണ്ടേഷൻ അത് കാണിച്ചിട്ട് ദിസ് ഇസ് മൈ ഫൗണ്ടേഷൻ, ഓൾമോസ്റ്റ് തീരാറായി. കെ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ. ഈ ഫൗണ്ടേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. അതില്ല, ഫൗണ്ടേഷൻ ഭയങ്കര കവറേജ് ഒന്നുമില്ല, പക്ഷേ കുഴപ്പമില്ല. ഇപ്പം ആകെ ഇത്രേ കിട്ടിയുള്ളൂ. ഇത് വെച്ചിട്ട് എൻ്റെ മുഖം കംപ്ലീറ്റ്ലി കവേർഡ് ആവില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇതിങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ വെച്ചിട്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ അവിടെ ഇരിക്കലേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക. ഇപ്പോൾ കുറച്ചൊക്കെ ആയി, ബാക്കി നമുക്ക് കയ്യിൽ നിന്ന് കൊടുക്കാം. ഇങ്ങനെ എടുക്കുക. എൻ്റെ ഇത് ബ്രഷ്, ഫൗണ്ടേഷൻ ബ്രഷ് എടുക്കുക, തുടങ്ങുക. സർക്കുലർ മോഷനിൽ ചെയ്യണമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്താ ഭയങ്കര ഓവർ കവറേജ് ഇല്ല. പക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്ലസ് എന്താണെന്നറിയും, ലൈറ്റായിട്ടും നമുക്ക് ഭയങ്കര ഹൈഡ്രേഷനാണ്, ഭയങ്കര സ്കിന്നിൽ ഭയങ്കര ലൈറ്റാണ്. നമുക്കൊരു ഹെവിനെസ്സും തോന്നില്ല. ഒരു പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ കൊള്ളാവുന്നൊരു സാധനമാണ്. യൂസ് ചെയ്ത് തീർന്നതാണ്, അല്ലാതെ സാധനമില്ലാത്തത് കൊണ്ടല്ല. ഇത് ഇങ്ങനെ ചെയ്യുക. ഇപ്പോഴും ഇവിടെ ഓറഞ്ച് ചിക്കരിപ്പുണ്ട്, അതൊക്കെ നമ്മൾ മാറ്റും. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ തികയില്ലെന്ന്. ഒത്തിരി ഓറഞ്ച് ഇപ്പുണ്ട്, ഒക്കെ മാറ്റാം. നല്ല ബേബി എടുക്കുക, വീണ്ടും എടുക്കുക. പുതിയത് വാങ്ങിയിട്ടിരിക്കുന്നു. ഇത്രയും ചെയ്യാം. ഇത്രയും ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ ഒരു ഓറഞ്ച് ലുക്കൊക്കെ മാറിയിട്ടുണ്ട്. നോക്കിയാൽ കാണാം, അധികം സീനൊന്നുമില്ല. നമ്മൾ കുറേ പോയിൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇതായിട്ടുണ്ട്. പിന്നെ മേക്കപ്പിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ട്രസ്റ്റ് ദി പ്രോസസ്. ഒരു ബേസായി, ഇപ്പം കുഴപ്പമില്ലാത്തൊരു രീതിയിലായിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇതിൻ്റെ ഇവിടെ നിങ്ങൾക്ക് ഐഷാഡോ എന്തെങ്കിലുമൊക്കെ പറ്റണമെങ്കിൽ പുരട്ടാം, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പുരട്ടുന്നില്ല. ഞാനതിന് മുമ്പ് എനിക്ക് നല്ല പിരികമുണ്ട്, പക്ഷെ എന്നാലും ചില സമയത്ത് ഈ ഒരു സാധനം പറഞ്ഞു ഇതെൻ്റെ കൺസീലറാണ്. ഇത് ഷെയ്ഡൊക്കെ പോട്ടോ, ഇത് 50 ആണെന്ന് തോന്നുന്നു. എൻ്റെ മെബിലിൻ്റെ കൺസീലറാണ്, കുറച്ചും കൂടെ ഉണ്ട്. ഇതാണ് എൻ്റെ കൺസീലർ. ഇതിൻ്റെ പുറത്തോട് കൺസീലർ ഇടുക ഉണ്ടോ, ആ ഒരു പോയിൻ്റ് ചില സ്ഥലത്തൊക്കെ അറിയണ സ്ഥലത്ത് കൺസീലർ അങ്ങോട്ട് ഇടുക. ഇതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത്രയും കഴിയാം. ഇനി നമ്മൾ ഉപയോഗിക്കേണ്ടത് നമ്മുടെ കൺസീലർ ബ്രഷ് എടുക്കുക. ചെയ്യുക. എനിക്ക് അങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഒന്നും വരാറില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഫേസ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അല്ലാതെ കുറേ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അല്ലാണ്ട് അവിടെ ഇവിടെയൊക്കെ എല്ലാം നല്ല കറുത്ത പാടുകളുണ്ട്. അപ്പോൾ ഡാർക്ക് സർക്കിൾസിൻ്റെ ശല്യമില്ല, ബാക്കിയുള്ള ശല്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കണത് ഇവിടെ മിററുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കുന്നത്.
അല്ലാതെ ഇത് നോക്കിയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അത് ഇനി എന്താ വേണ്ടത്? ഇനി എൻ്റെ ബ്ലഷ് 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 ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ബ്ലഷാണ് കേട്ടോ. ഷെയ്ഡൊന്നുമില്ല. ആ ഷെയ്ഡുണ്ട് 05 സ്ട്രോബെറി ക്രഷ്. ഇതാണിപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബ്ലഷ്. ബ്ലഷ് ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക, ഇങ്ങനെ ഇടുക. കഴിഞ്ഞില്ലേ? അയ്യോ, ഞാനെൻ്റെ ബ്ലഷ് ഉപയോഗിക്കുന്ന ബ്രഷ് എവിടെയോ കിട്ടി കിട്ടി. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ, കയ്യിലുണ്ടായി കുറച്ച്. ഓക്കെ, ഇത്രയും ഇടാറുണ്ട്. ഇങ്ങനെയാണ് ഇടാറ്. W പോലെയാണ് ഞാനിപ്പോൾ ബ്ലഷ് ഇടാറ്. ഇനി ലിപ്പ് ലൈനർ. നമുക്ക് ഒരു ലിപ്പ് ലൈനർ എടുക്കുക. ഇതിപ്പോൾ ഏതിൻ്റെയാണ്? സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനർ ബർഗണ്ടി 09. ഇതാണ് ഷെയ്ഡ്. എടുക്കുക. നല്ല രീതിയിലൊന്ന് വരക്കുക. അയ്യോ, കുഴപ്പമില്ല, ഇത്തിരി താഴത്തോട്ടായി പോയി, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. മതി. ഇപ്പം തന്നെ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഉണ്ട്, പക്ഷേ ഓക്കെ. ഇനി എന്താണ്? ഇനി എൻ്റെ ലിപ്സ്റ്റിക് കാർഡ്. ഇപ്പോൾ എൻ്റെ കറണ്ട് ഫേവറേറ്റ്. വേറെ ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക്. ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് എനിക്ക് വേറൊരു സാധനവും ഇഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ദിസ് ഈസ് മൈ ലിപ്സ്റ്റിക്. ഈ ലിപ്സ്റ്റിക് ഇട്ടിട്ട് ഇനി എന്തെങ്കിലും വേറെ എൻ്റെ പുറത്ത് ചെയ്യണോ? ഇത് മതി. ഇതിട്ട് കഴിയുമ്പോൾ തന്നെ എനിക്ക് അടിപൊളിയായിട്ട് തോന്നും. അപ്പം ഇത് ഫേസ് സ്കാനറുടെ റിവ്യൂവൽ മെറൂൺ ഈ ഷെയ്ഡ്. സൂപ്പർ. അത്രയാണ് സംഭവം. ഇപ്പം എൻ്റെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി എൻ്റെ ഐബ്രോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്യാപ്പ് മാത്രം ഫില്ല് ചെയ്യാം. ഓൾറെഡി കട്ടപ്പിരിവാണ്, പിന്നെ എൻ്റെ ഇടയിൽ കൂടെ ഫില്ല് ചെയ്യേണ്ട കാര്യം ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഇനി ലാസ്റ്റ് മൈ കാജൽ. കാജലും കൂടെ ഐലൈനർ. ഐലൈനറും സെറ്റ്. ഇനി എൻ്റെ മസ്കാര. ഐലൈനർ ഇതാണ് മെയ്ബിലിൻ്റെ. ഇനി മസ്കാര. ഇതും കൊളോസലാണ്. കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എന്നതാണ് വിക്ടോറിയ സീക്രട്ടിൻ്റെ ഇത് മിസ്റ്റാണ്. അപ്പോൾ ഇതെടുക്കുക, അടിക്കുക. സാൻഡ്ര എന്നതാണ്. താങ്ക് യു സാൻഡ്ര. ഓക്കെ. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ഇത് ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. ഇതാണ് ആ സാധനം. ഇതാണ് മാസ് സീതയിൽ വെച്ചിട്ടുള്ള എൻ്റെ മേക്കപ്പ് ഫിക്സറാണ്. ഓക്കെ, ഇതും കൂടി തീർന്നു.